الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله يا جنود الذاكرين يا شهود الحاضرين أكثروا ذكرا مبينا لدليل الطالبين. ഇമാം റാസി റഹ്മത്തുള്ളാഹി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. 186 നമ്മൾ ഓതിയല്ലോ ആയത്ത് സൂറത്തുൽ ബഖറയാണ്. ഉജീബു ദഅവത്തദ്ദാഇ, എന്നോട് ദുആ ചെയ്തവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞല്ലോ. എന്താണ് ദുആ? ഇമാം അബൂ സുലൈമാൻ അൽ ഖത്താബി റഹ്മഹുല്ലാ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അദ്ദുആഉ മസ്തറും മിൻ ഖൗലിക ദഅഉതു ശൈഅ അദ്ഉഹു ദആഅൻ. ദആ യദു ദുആഅൻ എന്ന് പറഞ്ഞതിൽ നിന്നുള്ള മസ്തറാണ് ദുആ. സുമ്മ അഖാമുൽ മസ്തറ മഖാമൽ ഇസ്മി, മസ്തറാണെങ്കിലും ഇസ്മിന്റെ സ്ഥാനത്ത് അതിനെ ഉപയോഗിച്ചു. തഖൂൽ സമയത്തു ദുആഅൻ കമാ തഖൂൽ സമയത്തു സൗതൻ, ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ പോലെ ദുആഇനെ കേട്ടു എന്ന് പറഞ്ഞു, അങ്ങനെ പറയും. വഖദ് യുളഉൽ മസ്തറു മൗദിഉൽ ഇസ്മി, മസ്തറാണെങ്കിലും ഇസ്മിന്റെ സ്ഥാനത്ത് വരും. കഖൗലിൻ റജുലുൻ നദ്ലുൻ ഒക്കെ പോലെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നു, നോക്കോളി. വഹഖീഖത്തു ദുആഇ, ദുആ എന്നതിന്റെ യഥാർത്ഥം എന്താണ്? ദുആ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു. ശരിക്കും മനസ്സിലാക്കിച്ചുള്ളൂ, അടിവരട്ട് പഠിക്കേണ്ട ഒരു തഫ്സീറാണ്. ഇസ്തിദ്ആഉൽ അബ്ദി, അടിമ പ്രാർത്ഥിക്കലാണ്, ചോദിക്കലാണ്. റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് അടിമ അപേക്ഷിക്കലാണ്. എന്തിനെ തേടുക? അൽ ഇനായത്ത വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊനത്ത. അൽ ഇനായത്ത തന്റെ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് കാര്യം ഉടമക്കാരനാവുന്ന റബ്ബിനോട് അടിമ അപേക്ഷിക്കുകയും, വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊനത്ത, ഉടമയാവുന്ന റബ്ബിനോട് അടിമ സഹായത്തെ തേടുകയും ചെയ്യുക. ഇതാ ഉടമയോട് അടിമ ചെയ്യുന്ന സഹായാർത്ഥന, അതുപോലെ തന്നെ തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ. തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാനും തനിക്ക് സഹായം നൽകാനും വേണ്ടി അടിമ ഉടമയോട് ചെയ്യുന്ന അപേക്ഷക്കാണ് ദുആ എന്ന് പറയുക. ഈ ഒരൊറ്റ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? ഈ പറയുന്ന ദുആ പല അർത്ഥത്തിനുണ്ട്. ആ അർത്ഥം അതൊന്നും പിന്നെ പറയാനില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ ദുആ. ദുആ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയുന്ന മൗലവി പറഞ്ഞിട്ട് കാര്യമില്ല. ദുആ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഉടമക്കാരനാവുന്ന രക്ഷിതാവിനോട് അടിമ സഹായം ചോദിക്കുകയും തന്റെ കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുക. ഈ ദുആ, ഈ പറഞ്ഞ ദുആ ആണ് അവസാനം നമ്മൾ പറഞ്ഞ ദുആ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യും. ഈ അർത്ഥത്തിലുള്ള ദുആ അല്ലാഹു അല്ലാതെ മറ്റൊരാളോട് ചെയ്യൽ കുഫ്റാണല്ല, ശിർക്കാണെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഉടമക്കാരനാണെന്നുള്ള വിശ്വാസം അഥവാ റബ്ബാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരടിമ നടത്തുന്ന സഹായത്തേട്ടം, തന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള അപേക്ഷ, ഇത് അല്ലാത്തവരോട് ചെയ്താൽ ശിർക്കാവും എന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? അപ്പൊ പിന്നെ ഹദീസിൽ അദ്വാഹുൽ ഇബാദ എന്ന് പറഞ്ഞതോ അനാഹു അന്നഹു മുഅ്ളമുൽ ഇബാദ വഅഫ്ദലുൽ ഇബാദ, ഇബാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായതും മുഖ്യമായതും എന്നാണ്. അതായത് ഉടമക്കാരന്റെ ഉടമയും അവന്റെ കഴിവും അവന്റെ അധികാരവും അംഗീകരിക്കുകയും അടിമ തന്റെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് ഉടമക്കാരനിൽ നിന്ന് മാത്രമേ എനിക്ക് എന്തും കിട്ടൂ എന്നുള്ള വിശ്വാസം വെച്ചുകൊണ്ട് ആ ഉടമക്കാരനോട് ചെയ്യുന്ന പ്രാർത്ഥന തന്നെയാണ് യഥാർത്ഥ ഇബാദത്തിൽ ഏറ്റവും അഫ്വലായ ഇബാദത്ത്. ദുആ കൊണ്ടുള്ള ഉദ്ദേശം ഇൽഹാറുൽ ഉബൂദിയ്യത്തി വദ്ദില്ല വല്ലിൻകിസാർ വറുജൂ ഇലല്ലാഹി ബിൽ കുല്ലിയ. ഈ പറയുന്ന ഇബാദത്ത്
അർത്ഥത്തിനുള്ള ദുആ കൊണ്ട് ഉദ്ദേശം ഇൽഹാറുൽ ഉബൂദിയത്തി, അടിമത്വത്തെ പ്രകടിപ്പിക്കുക. ഞാൻ ഒന്നിനും കഴിവില്ലാത്ത അടിമയാകുന്നു എന്ന് വരുത്തുക. വസില്ലത്തി, എളിമത്തരവും വല്ലിങ്കിസാരി വറുജൂ ഇലല്ലാഹ്, തനിക്കൊന്നിനും കഴിയില്ല, ഞാനെല്ലാം തകർന്നവനാണ്, ഒന്നുമില്ലാത്തവനാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നിട്ട് മാത്രം എന്നുള്ള മഹത്തായ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുകയും അടിമയുടെ ഉബൂദിയത്ത് വെളിവാക്കുകയും ചെയ്യുക എന്നതാണ് ഇബാദത്തിന്റെ യഥാർത്ഥം. ഈ അർത്ഥത്തിനുള്ള ദുആ, ഇതാണ് യഥാർത്ഥ ദുആ എങ്കിൽ ഇത് ആണ് സാക്ഷാൽ ഇബാദത്ത്. ഈ ഇബാദത്താവുന്ന ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. യഫസ്റു ദുആ ബിതലബിൽ അബ്ദി മിൻ റബ്ബിഹി ഹവായിജഹു, മറ്റൊരർത്ഥം അങ്ങനെയും പറയാം. അദ്ദുആഉ തലബുൽ അബ്ദി മിൻ റബ്ബിഹി ഹവായിജഹു, അടിമ തന്റെ രക്ഷിതാവാവുന്ന അള്ളാഹുവിൽ നിന്നും തന്റെ ആവശ്യങ്ങളെ മുഴുവനും തേടുന്നു. ഇതിന് ദുആ. ഇതിപ്പോ തഫ്സീർ റാസിയാണ് പറഞ്ഞല്ലോ, 186 ആയത്ത് സൂറത്തുൽ ബഖറന്റെ തഫ്സീറിലാണ് ഈ ദുആന്റെ അർത്ഥം. ഈ അർത്ഥം പറഞ്ഞ ഇനി വേറൊരു വിശദീകരണം പറയേണ്ടതില്ല, നമുക്ക് ഒറ്റ വാക്ക് പറയാ. ഇസ്തിഗാസ അള്ളാഹുവിനോട് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ പടപ്പുകളോട് ചെയ്യുന്നതുമുണ്ട് ഇസ്തിഗാസ. അതേസമയത്ത് ദുആ എന്നത് ശറയിൽ പറയുന്ന ദുആ, മറ്റേ ശറയിൽ പറയുന്ന ഇസ്തിഗാസ തന്നെ, രണ്ടിനും ഉപയോഗിച്ചു ഖുർആൻ. അതേസമയത്ത് ഖുർആനിൽ ദുആവിലും പല അർത്ഥത്തിനും ഉപയോഗിച്ചല്ലോ, പക്ഷെ ഇവിടെ ഒരു സ്ഥലത്തും പ്രാർത്ഥന എന്നുള്ള അർത്ഥം വരുന്ന ദുആ ഇല്ല. അല്ലാത്തവർക്ക് ഉപയോഗിച്ച ഒരുപാട് ദുആകളുണ്ട്. ഈ ഒരു ദുആക്കും ഖുർആനിൽ എവിടെ പ്രയോഗിച്ച ദുആക്കും അല്ലാത്തവരോട് പ്രയോഗിച്ച ദുആക്കൊന്നും പ്രാർത്ഥന എന്നർത്ഥമില്ല. ക്ഷണിക്കുക, വിളിക്കുക, ഉപദേശിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിനുള്ള ദുആകളാണ്. പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിനുള്ള ദുആ അള്ളാഹുവിന് മാത്രമേ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ദുആ, അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മതല്ല സത്യം. പ്രാർത്ഥന മുഴുവനും അള്ളാഹുവിനോട് മാത്രം, അതാണ് തൗഹീദ്. പ്രാർത്ഥന മുഴുവനും അള്ളാഹുവിനോട് മാത്രം. അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഷിർക്കിന്റെ ഭാഗമാണ്. അതിന് പിന്നൊരു വ്യാഖ്യാനം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? പ്രാർത്ഥന എന്ന് പറയുന്ന ദുആന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വെച്ചു. വേറൊരർത്ഥമുണ്ട്. ഒരാൾ പറയാണ്, എന്റെ വീട്ടുവളപ്പിൽ കുറേ കഴുങ്ങുകളുണ്ട്. ഈ കഴുങ്ങുകളിലുള്ളതായ അടക്കകൾ, ആ അടക്ക മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്തുകൊണ്ട് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കും. അതിന് ഞങ്ങൾ ഇളനീർ എന്ന് പറയും. ഈ അടക്ക മൂത്താൽ, തേങ്ങ എന്ന് പറയാൻ പാടില്ല, ഈ അടക്ക മൂത്താൽ അത് ഞങ്ങൾ പറിച്ചെടുക്കും, അത് കൂട്ടാൻ അരക്കും, കൊപ്പരയാക്കും, ആട്ടി എണ്ണ എടുക്കും. ഇങ്ങനെയുള്ളൊരു കഴുങ്ങുകൾ എന്റെ അല്ല മുസ്ലിയാരെ, അങ്ങനെ പറയാൻ പാടില്ല. അത് എന്റെ തെങ്ങിന് ഞാൻ കഴുങ്ങ് എന്നും എന്റെ തേങ്ങക്ക് ഞാൻ അടക്ക എന്നും പറയാൻ. ഇങ്ങനെ പറഞ്ഞാൽ ഈ അടക്ക ഇളനീർ ഉപയോഗിച്ച് വെള്ളം കുടിക്കാമെന്നും മൂത്തത് കൊണ്ടിട്ട് അരക്കാനും അതുപോലത്തെ കൊപ്പരയാക്കാനും ഉപയോഗിക്കാം. പറയുന്നതിന് തെറ്റുണ്ടോ? അപ്പൊ ഒരാള് പറയാ അത് ശരിയല്ല. ഇനിയിപ്പോ ഒരാൾ അങ്ങനെയാണ് പറയുകയാണെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. അടക്ക നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തേങ്ങയാണ്, കവുങ്ങ് നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി എന്ത് തന്നെയാണ്, തെങ്ങ് തന്നെയാണ്. നിങ്ങളിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. പിറ്റേന്ന് കണ്ടോ, പിറ്റേന്ന് പിന്നെ വാളെടുത്തിറങ്ങി. എന്താ വാളെടുത്തിറങ്ങിയത് കണ്ടോ? മുസ്ലിയാർ ആ പൊക്കിൽ പറഞ്ഞാണ്. എന്താ പറഞ്ഞത്? കവുങ്ങുമെന്ന് പറിച്ച് ഇളനീൻ വെള്ളം കുടിക്കാന്നും, കവുങ്ങുമെന്ന് പറിച്ച് അടക്കല്ലേ ഉണ്ടാകുക, ആ അടക്ക മൂത്താല് അതുകൊണ്ട് ചാറ്റിനരക്കാന്നും കൊപ്പരുണ്ടാക്കിയിട്ട് എണ്ണക്കാട്ടാന്നും പറഞ്ഞാണ്. അത് ശരിയല്ല, തെറ്റാണ്. എന്തിനാണ് ഇതിന്റെയൊക്കെ കാര്യം ഇന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, ഒരു കുവൈത്ത് നിന്നറ്റ ഏതോ ഒരു സാധു, ഒരു ജാഹില് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ച കൂട്ടത്തില് ഒരു ചോദ്യം എന്താ, മുഹ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെയുള്ള പ്രാർത്ഥന
തെറ്റല്ലേ, ശിർക്കല്ലേ? അതിന് ഒരു ഉസ്താദ് മറുപടി പറഞ്ഞു, വിശദമായി തന്നെ മറുപടി പറഞ്ഞിന്. അതായത് അതിന് പ്രാർത്ഥന എന്ന് പറയില്ല, അതിന് സഹായം തേടുക എന്നാ പറയാ. ഇനി അഥവാ ഇനി പ്രാ എന്ന് പറഞ്ഞാൽ ചൊർക്കിന് ഉപയോഗിക്കുന്നതാണ്. അർത്ഥന എന്നുള്ള മലയാളത്തിലെ വാക്ക് ഉപയോഗിച്ചാൽ അപേക്ഷ എന്നേ അർത്ഥമുള്ളൂ, ചോദിക്കുക, അപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥമുള്ളൂ. ആ അർത്ഥത്തിന് മൊയ്‌ദീൻ ശൈഖിനോട് അല്ലെങ്കിൽ ബദരീങ്ങളോട് സഹായം അർത്ഥിക്കുക, ചോദിക്കുക എന്ന അർത്ഥത്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതെങ്കിൽ തെറ്റൊന്നുമില്ല. കണ്ടോ, പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇപ്പൊ അത് കൊടിയെടുത്തിട്ട് നടക്കണ പണിയാ. ആകെപ്പോ ഭയങ്കര ഒച്ചപ്പാടതാ. ആദ്യം തെങ്ങിന് കവുങ്ങെന്ന് പേര് പറഞ്ഞ് അവിടെ തന്നെ ഇനി ഗണ്ണിക്കണ്ട, ഉത്തരം പറഞ്ഞോലെ അടുത്തുകൊണ്ട് ഒരു തകരാറ്. ആ ജാതി അർത്ഥശൂന്യമായ വിഡ്ഢിത്വത്തിന് മറുപടി പറയല്ല, അത് തള്ളിക്കളയാ വേണ്ടത്. ശരിയല്ല, ആ ചോദ്യം തന്നെ തെറ്റാണ് എന്ന് പറയാ. ഇവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഓല് ഇതിനല്ല, ചോദ്യം തെറ്റിയാലല്ല, ഓൽക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ ആ സുആല് സൂ എന്ന് പറയും. പിന്നെ മറുപടി ഇല്ല, അതാ സുആല് സൂ. അതിന് മറുപടി അറിയില്ല, അർഹിക്കുന്നില്ല, മറുപടി അറിയിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. സുആല് സൂ എന്ന് പറഞ്ഞത് എന്നതുപോലെ ഇതൊരു സുആല് സൂ ആയിരുന്നു, അത് തള്ളിക്കളയാ വേണ്ടത്. അത് പ്രാർത്ഥനയില്ലല്ലോ. അങ്ങനെ ആരും പറയലില്ല, വേറെ വിഷയം. ഞാൻ അഥവാ പറഞ്ഞു എന്ന് തന്നെ വെച്ചോളി, ബദരീങ്ങളെ സഹായിക്കണമെന്നോ മൊയ്‌ദീൻ ശൈഖിനെ രക്ഷിക്കണമെന്നോ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെക്കി. സാധാരണ അങ്ങനെ പറയാറില്ല, ഏതോ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ പങ്കാൽ അത് സഹായം ചോദിക്കുക എന്നതാണ് അതിനർത്ഥമുള്ളൂ. ഈ സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ഇസ്തൻസറ എന്ന അർത്ഥത്തിനാണ്. ഇത് ഖുർആൻ ഇസ്തിഗാസക്കും ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെയും ഇസ്തൻസറ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്തൻസറ എന്ന് പറഞ്ഞാൽ സഹായിക്കുക, വയസ്തൻസറൂക്കും ഫിദ്ദീനി ഫഅലൈക്കും മുന്നസ്ർ. ഖുർആൻ പറഞ്ഞതാണല്ലോ, ദീൻ അനുവദിക്കപ്പെട്ട, ദീനിൽ വിരോധമില്ലാത്ത കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായിച്ചു കൊള്ളണം. ഇത് സഹായം ചോദിച്ചതാണ്. ഇത് നിങ്ങൾ ദുആ എന്നർത്ഥം കൊടുത്തു, അത് തെറ്റാണ്. ദുആ എന്നുള്ള അർത്ഥം, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമക്കാരനാവുന്ന റബ്ബിനോട് അടിമ തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനും തന്റെ കാര്യങ്ങൾ പരിഗണിക്കാനും വേണ്ടി അപേക്ഷിക്കുന്നതിനാണ്. അപ്പോൾ ഉടമ അടിമ ബന്ധം പ്രകടമാകണം. ഒരാള് ഉപകാര ഉപദ്രവങ്ങളുടെ ഉടമയാണെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ഈ ഉടമയോട് ഉപകാരങ്ങൾ നൽകാനോ ഉപദ്രവങ്ങളിൽ നിന്നിട്ട് രക്ഷിക്കാനോ ഉള്ള അപേക്ഷക്കാണ് ദുആ എന്ന് ശറഅ് പറയാ. ഇതല്ലാത്തതിന് ശറഇൽ ദുആ എന്ന് പറയില്ല. ശറഇയായ ദുആ, ഈ ദുആ അല്ലാത്തവരോട് ചെയ്ത ശിർക്കാണ്, കുഫ്രിയത്താണ്. അതിന് ആദ്യം തേങ്ങക്ക് അടക്കാന്ന് പേര് പറഞ്ഞ് പിന്നെ ഇപ്പൊ ഇളനീം കുടിക്കാൻ പറ്റുമോ കൊപ്പരയാക്കാൻ പറ്റുമോ എന്നുള്ളവർത്താ പിന്നെ തർക്കം. അതിന് ആദ്യം തന്നെ അതിന് കൊപ്പരയാക്കാൻ പറ്റുമോ തേങ്ങ അല്ല ഇളനീം കുടിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയ്ക്ക് വിടുന്നതിന് മുമ്പ് ആദ്യം പറയട ചങ്ങാതി, അത് തെങ്ങാണ്, കവുങ്ങല്ല. അത് ആദ്യം അംഗീകരിപ്പിച്ചിട്ട് മതി കൊപ്പരയാക്കാൻ പറ്റുമോ ഇളനീം കുടിക്കാൻ പറ്റുമോ എന്നുള്ളതിന് മറുപടി അറിയരുത്. ചുരുക്കത്തിൽ ഈ 4 വാക്കുകളിൽ നിന്നിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി തുടർന്നുള്ള വിഷയത്തിൽ തവസ്സുല്, ഇസ്തിഗാസ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കടന്നുവരും.